മണിക്കൂറുകൾക്ക് മുമ്പാണ് മലയാള സിനിമയിലെ അമ്മ എന്നറിയപ്പെടുന്ന കവിയൂർ പൊന്നമ്മ തന്റെ 79-ാം വയസ്സിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കാരണം മരണപ്പെട്ടത്. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കാരണം നീണ്ട നാളായി വടക്കൻ പറവൂരിലെ കരിമളൂരിലെ വസതിയിലായിരുന്നു താമസം. ഇന്നലെയായിരുന്നു ഗുരുതരാവസ്ഥയെ തുടർന്ന് കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ചത്. കവിയൂർ പൊന്നമ്മയുടെ ഏക മകൾ ബിന്ദു അമേരിക്കയിലാണ് താമസം. അതുകൊണ്ട് തന്നെ കവിയൂർ പൊന്നമ്മ ഇളയ സഹോദരന്റെയും കുടുംബത്തിന്റെയും കൂടെയായിരുന്നു താമസം. ഗുരുതരാവസ്ഥയെ തുടർന്ന് കവിയൂർ പൊന്നമ്മയുടെ ഇളയ സഹോദരനായിരുന്നു കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റലിലേക്ക് കവിയൂർ പൊന്നമ്മയെ പ്രവേശിപ്പിച്ചത്. ഇന്നലെ വൈകുന്നേരം 6 മണിയോടെ മരണവും സംഭവിച്ചു. മലയാളത്തിന്റെ അമ്മയ്ക്ക് നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയത്. മലയാള സിനിമയിൽ മാത്രമായി ഏകദേശം 700-ലധികം സിനിമകളിലാണ് കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുള്ളത്. തന്റെ 20-ാമത്തെ വയസ്സിൽ നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് എത്തിയ കവിയൂർ പൊന്നമ്മയ്ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മലയാള സിനിമയിലും അന്യഭാഷാ സിനിമകളിലുമായി നിരവധി അവസരങ്ങളാണ് കവിയൂർ പൊന്നമ്മയെ തേടിയെത്തിയത്. പ്രമുഖ നടന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, ജയറാം തുടങ്ങി നിരവധി പ്രമുഖ നടന്മാരുടെ കൂടെ അമ്മയായിട്ട് അഭിനയിക്കാൻ കവിയൂർ പൊന്നമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. വർഷങ്ങളോളമായി വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കാരണം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിൽക്കുകയായിരുന്നു കവിയൂർ പൊന്നമ്മ. എങ്കിലും മാതൃത്വം തുളുമ്പുന്ന കവിയൂർ പൊന്നമ്മയുടെ മുഖം മറക്കാൻ മലയാളികൾക്കാർക്കും തന്നെ കഴിയില്ല. സിനിമയിൽ വലിയ സ്ഥാനം കരസ്ഥമാക്കാൻ കവിയൂർ പൊന്നമ്മയ്ക്ക് സാധിച്ചുവെങ്കിലും കവിയൂർ പൊന്നമ്മയുടെ വ്യക്തിജീവിതം അത്ര സുഖകരമല്ലായിരുന്നു. പല അഭിമുഖങ്ങളിൽ വെച്ചിട്ടും കവിയൂർ പൊന്നമ്മ തന്റെ ജീവിതത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ഭാര്യയായിരുന്നു കവിയൂർ പൊന്നമ്മ. കവിയൂർ പൊന്നമ്മ തന്നെയാണ് ഈ കാര്യം തുറന്നു പറഞ്ഞത്. ചെറുതും വലുതുമായി മലയാള സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു കവിയൂർ പൊന്നമ്മയുടെയും മണിയന്റെയും വിവാഹം. വിവാഹത്തിന് ശേഷം ഭർത്താവ് മണിസ്വാമി തന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നും തന്നെ ഒരിക്കൽ പോലും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടില്ല എന്നും കവിയൂർ പൊന്നമ്മ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഞാനും എൻ്റെ ഭർത്താവ് മണിസ്വാമിയും 2 വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ളവരായിരുന്നു. ഞാൻ എത്രത്തോളം സോഫ്റ്റ് ആണോ അത്രത്തോളം ഹാർഡായിരുന്നു അദ്ദേഹം. അയാൾ എന്നെ ഒരു ദിവസം പോലും സ്നേഹിച്ചിട്ടില്ല. എന്നെ സ്നേഹിച്ചിട്ടില്ല എങ്കിലും ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. അവസാന നാളുകളിൽ അദ്ദേഹം എൻ്റെ കൂടെയായിരുന്നു. ഗുരുവായൂർ ഒറ്റയ്ക്കായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. എന്നാൽ മരണം അടുക്കാറായപ്പോഴേക്കും അദ്ദേഹം എൻ്റെ അടുത്തേക്കെത്തി. അദ്ദേഹത്തെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു, ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ നിങ്ങളുടെ ഭർത്താവ് മണിസ്വാമി ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന്. അദ്ദേഹത്തിന് എന്താഗ്രഹമുണ്ടെങ്കിലും സാധിച്ചു കൊടുക്കണമെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അദ്ദേഹത്തെ സ്നേഹിച്ചിട്ടേയുള്ളൂ. ഒരു ഭർത്താവ് എങ്ങനെയാകരുത് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ഭർത്താവ് മണിസ്വാമി. ഇങ്ങനെയൊക്കെയായിരുന്നു തന്റെ കുടുംബജീവിതത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ വെച്ച് കവിയൂർ പൊന്നമ്മ തുറന്ന് സംസാരിച്ചത്. മണിയൻ സ്വാമിക്കും കവിയൂർ പൊന്നമ്മയ്ക്കും കൂടെ ഒരു മകളുണ്ട്, ബിന്ദു. അവർ അമേരിക്കയിലാണ് താമസം. അമ്മയ്ക്ക് സുഖമില്ല എന്നറിഞ്ഞ് ഏക മകൾ ബിന്ദു അമേരിക്കയിൽ നിന്നും നാട്ടിലേക്കെത്തി അമ്മയെ കാണുകയും എന്നാൽ പിന്നീട് തിരിച്ചുപോയി എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മരണവാർത്ത അറിഞ്ഞതിന് ശേഷം തിരിച്ചു നാട്ടിലേക്ക് എത്തിയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കവിയൂർ പൊന്നമ്മയെ ആശുപത്രിയിൽ വെച്ച് അവസാനമായി ജീവനോടെ കണ്ടത് ദിലീപ് ആണെന്നും വിവരങ്ങൾ വരുന്നുണ്ട്. ദിലീപിനെ കണ്ടപ്പോൾ കവിയൂർ പൊന്നമ്മ മോനെ എന്ന് വിളിക്കാൻ ശ്രമിച്ചു എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്.